ധനഹാകാലം ഒന്നാം ശനി. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 30 മുതൽ 40 വരെയുള്ള തിരുവചനങ്ങളുടെ വിശകലനം. ഞാനും പിതാവും ഒന്നാണ്. ഞാൻ ആടുകളുടെ ഇടയനാണ്. അവ എൻ്റെ സ്വരം ശ്രവിക്കുന്നു. എന്നെ അനുഗമിക്കുന്നു. അവൻ അവയെ നല്ല മേച്ചിൽ സ്ഥലത്തേക്ക് നയിക്കുക മാത്രമല്ല, അവയ്ക്ക് നിത്യജീവൻ നൽകുകയും ചെയ്യുന്നു. അതാണ് പിതാവിൻ്റെ ഇംഗിതം. ഞാനും പിതാവും ഒന്നാണ്. എന്നാൽ അവന്റെ ആടുകളിൽ പെടാത്തവർ അവന്റെ സ്വരം ശ്രവിക്കുന്നില്ല. മാത്രമല്ല, അവനെ അറിയാൻ അവർ കല്ലുകൾ എടുത്തു. അവന്റെ വാക്കുകൾ പൊഴിവചനങ്ങളല്ല എന്നതിന് അവന്റെ പ്രവൃത്തികൾ സാക്ഷ്യം നൽകുന്നു. ഒന്നല്ല, അനേകം സാക്ഷ്യങ്ങൾ. ഇവയിൽ ഏത് പ്രവൃത്തികൾ മൂലമാണ് അവർ അവനെ കല്ലുകൾ എറിയുന്നത് എന്നവൻ ചോദിക്കുന്നുണ്ട്. പ്രവൃത്തികൾ മൂലമല്ല, ദൈവദൂഷണം പറഞ്ഞതിനാലാണെന്ന് അവർ ഉത്തരം പറയുന്നു. വാക്കും പ്രവൃത്തിയും ഒത്തുപോകുന്നവർ ദൈവത്തിന്റെ അരൂപി നിറഞ്ഞവരായിരിക്കും. അവരിൽ ദൈവത്തിന്റെ കവചം ചൂഴ്ന്നു നിൽക്കും. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയും. നിങ്ങൾ ദൈവങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരോടൊപ്പം ദൈവവും ചേർന്ന് നിൽക്കും. ദൈവവചനം ആരിൽ നിറഞ്ഞു നിൽക്കുന്നുവോ അവരെ ദൈവങ്ങളെന്നവർ വിളിച്ചു. യേശു ലോകത്തിലേക്ക് അയക്കപ്പെട്ട ദൈവവചനം തന്നെയാണ്. വചനം ദൈവമായിരുന്നു. ഞാനും പിതാവും ഒന്നു തന്നെയാണ് എന്ന് യേശു പറഞ്ഞതിന്റെ പൊരുൾ ഇതാണ്. ഇത് വിശ്വസിക്കുന്നവർ നിത്യജീവനിൽ പങ്കുപറ്റുന്നു.